നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ അലീനയെ കുറേ ഗുണ്ടകൾ ചേർന്നിട്ട് ഒരു വാഹനകത്ത് കൊണ്ടുവന്ന് ഒരാളൊഴിഞ്ഞ വീട്ടിലേക്ക് കയറ്റിക്കൊണ്ട് പോവാണ്. അപ്പം ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതാണ്. രാജീവനും ശിവശങ്കരനും ഒക്കെ ചേർന്നിട്ട് അങ്ങനെ അവർ ഗുണ്ടകളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അലീന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അലീനെ അവന്മാർ പിടിച്ചുകൊണ്ട് പോവുക ചെയ്തേ. അലീനയ്ക്കൊന്നും മിണ്ടാൻ പോലും പറ്റില്ല. വണ്ടിയിലേക്ക് കയറിയ സമയത്ത് അലീന വായി സെല്ലോട്ടോപ്പൊക്കെ ഒട്ടിച്ചു. കൈയെല്ലാം കൂട്ടിക്കെട്ടി ബന്ധിച്ചിട്ടുണ്ടായിരുന്നു, കാലും ബന്ധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് കൊണ്ടുപോയി നേരെ എടുത്തുകൊണ്ട് പോയി ഒരു കുറേ ഗോഡൗൺ പോലെയുള്ള ഒരു റൂം, കുറേ സാധനങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുക. അങ്ങോട്ട് കൊണ്ടുവരുന്ന സമയത്ത് അലീനയുടെ കാലിൽ കെട്ടൊക്കെ അഴിച്ചു. കാലിൽ കെട്ട് മാത്രം അഴിച്ചുള്ളൂ. പിന്നീട് അവിടേക്ക് കൂടെ തള്ളുവാണ്. പക്ഷെ അലീനയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. വായ മൊത്തം സെല്ലോട്ടെ പൊട്ടിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ കൈയും കൂട്ടിക്കെട്ടിയിരിക്കുക. എന്ത് ചെയ്യാൻ പറ്റും? ആ സമയത്ത് അലീനയ്ക്ക് അലറി വിളിച്ച് ചോദിക്കണമെന്നുണ്ടായിരുന്നു, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നൊക്കെ. പക്ഷെ ചോദിക്കാൻ പറ്റില്ല, വായ സെല്ലോട്ടെ പൊട്ടിച്ചിരിക്കുമല്ലേ. പിന്നീട് 3-4 പേരുണ്ടായിരുന്നു. ആ കഥവ് പുറത്തുനിന്ന് അങ്ങോട്ട് ബന്ധിക്കുക. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. മൊത്തം ഒരു ഇരുട്ടാണ്. അത്രയും വലിയൊരു വീട്ടിൽ തനിച്ച്. അത് മാത്രമല്ല, തന്നെ ആരാ ഇങ്ങോട്ടേക്ക് കടത്തിക്കൊണ്ട് വന്നതെന്ന് പോലും മനസ്സിലായില്ല. ഒരു പക്ഷേങ്കിൽ ഇത് ശിവശങ്കരങ്ങളുടെ അതുപോലെ തന്നെ രാജീവ് അങ്കിളിൻ്റെ ഒക്കെ പരിപാടിയാണെന്ന് അലീനയ്ക്ക് മനസ്സിലായി. അവരാണ് ശത്രുക്കളായിട്ടുള്ളൂ. തന്നെ ആ വീട്ടിൽ നിന്ന് മാറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ചിലപ്പോൾ ഗുണ്ടകളെ ഏർപ്പാടാക്കിയതായിരിക്കും. അത് ചിന്തിക്കാനുള്ള ബുദ്ധിയും കാര്യങ്ങളും അലീനയ്ക്കുണ്ടല്ലോ. പക്ഷേ ഇതിപ്പോൾ തൻ്റെ അച്ഛനെ ആരെയും അറിയിക്കാൻ പറ്റില്ലല്ലോ. മനുവേട്ടനെ അച്ഛനെ ആരെങ്കിലും ഒന്ന് അറിയിച്ചാൽ മതിയായിരുന്നു. ഇനി ഇവന്മാരെന്തൊക്കെ ചെയ്യുമെന്നറിയില്ല. പക്ഷെ അലീന ഭയന്നില്ല. അലീനയ്ക്ക് ആ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്യാനുള്ള മനക്കരുത്തുണ്ടായിരുന്നു. അലീന ഇങ്ങനെ ആലോചിച്ച് എന്താ ചെയ്യേണ്ടതെന്ന്. ഇവന്മാരെന്തെങ്കിലും ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അലീന ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ തീരുമാനിച്ചു. ഈ സമയം ബാലേന്ദ്രന് നല്ല ടെൻഷനായിരുന്നു. ഹോസ്പിറ്റലിലേക്ക് ബാലേന്ദ്രൻ കൃഷ്ണമോളൻ കൂട്ടിക്കൊണ്ട് വരികയാണ്. അവിടെ ഗോവർദ്ധനും ആനന്ദും ഉണ്ടായിരുന്നു. അങ്ങനെ ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗോവർദ്ധൻ ചോദിച്ചു, അല്ല ഏട്ടാ ബാലേട്ടാ, ഇതുവരെയായിട്ടും അലീന ഇവിടെ എത്തിയില്ലേ? അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ? അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയോ? ഫോണിലേക്കൊക്കെ വിളിച്ചു നോക്കി. നിന്നോട് ഞാൻ പറഞ്ഞല്ലേടാ അവളെ വീട്ടിൽ കൊണ്ടുവരണമെന്ന്. എന്നിട്ട് നീ എന്താ ചെയ്തേ? ആ കൃത്യസമയത്ത് തന്നെ പോയിരിക്കുന്നു. അത് പിന്നെ ബാലേട്ട ശിവേട്ടൻ വിളിച്ചോണ്ട് ഇതെനിക്കൊരു ട്രാപ്പാന്നാ തോന്നേ. കൃത്യസമയത്ത് നിന്നെ ഇവിടുന്ന് മാറ്റാനായിട്ട്. നീ അലീനയെ വീട്ടിൽ കൊണ്ടുവന്ന് വിടരുത്. കാരണം അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടിട്ടുണ്ടെങ്കിൽ അലീനെ അവർക്ക് ചിലപ്പോൾ പിടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. ഇത് കിഡ്നാപ്പാന്ന് എനിക്ക് തോന്നേ. ആനന്ദ് പോലീസാണല്ലോ. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും കൊണ്ട് കേസ് കൊടുക്കാൻ പോവാം. ശിവശങ്കരനെയും അതുപോലെ രാജുവിനൊന്നും വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അല്ല കേസ് കൊടുക്കുമ്പോൾ അത് ഇച്ചിരി റിസ്ക് ഉണ്ട് ബാലേട്ടാന്ന് പറയണേ. അതെന്താ? കേസ് എന്നൊക്കെ പറയും ഭയങ്കര നൂലാമാലാം പ്രശ്നങ്ങളോ അറിയാലോ. അലീന ആരാ എന്താന്നുള്ള ചോദ്യങ്ങളൊക്കെ വരും. പിന്നെ അതിൻ്റെ പിന്നാലെ തൂങ്ങേണ്ടതായിട്ട് വരും. അറിയാലോ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം വല്ലാത്തൊരു ടെൻഷനായിരുന്നു ബാലേന്ദ്രന്. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോഴേക്കും കൃഷ്ണമോളും കൂടെ അവിടേക്ക് വന്നു. കൃഷ്ണമോൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദൈവമേ അലീന ചേച്ചിക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് കൃഷ്ണമോൾ എന്ത് ചെയ്യുവാണ്, വൈജയുടെ അടുത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ആരും പറഞ്ഞൊരു കാര്യം ചെയ്യുക, ഇപ്പം ആരാണ് അലീനയെ തട്ടിക്കൊണ്ടുപോയോ അല്ലെങ്കിൽ അലീനയ്ക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല. ഇത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, ഉറപ്പായിട്ടും അത് ശിവേട്ടനും രാജുവിനും ഒക്കെ ചേർന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ വഴിക്കൊരു അന്വേഷണം നടത്തി നോക്ക്. അതായിരിക്കും ഏറ്റവും നല്ല കാര്യം. അങ്ങനെ നടത്തിയിട്ട് കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ പിന്നെ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാം. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള അന്വേഷണം നമ്മൾ നടത്തണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഈ പറയുന്ന പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്താലും ശിവേട്ടനാണെങ്കിലും രാജീവനൊക്കെ ആണെങ്കിലും നല്ല പിടിപാടുകളും കാര്യങ്ങളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ആനന്ദ് പറഞ്ഞു. കാരണം SP ഒക്കെ ആയിട്ട് നല്ല അടുപ്പത്തിലാണ്. ആ കാര്യങ്ങളൊക്കെ ആനന്ദിന് അറിയാം. അങ്ങനെ കൊടുത്തിട്ടും വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഗോവർദ്ധനം പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ ബാലേട്ട നമുക്ക് നമ്മുടേതായ രീതിയിലൊന്ന് അന്വേഷിച്ച് നോക്കാം. ബാലേന്ദ്രൻ പറഞ്ഞു, അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ല. ബാലേന്ദ്രൻ്റെ സമനില ഏറ്റുന്ന പോലെ തോന്നി. തന്നെ വിശ്വസിച്ച ഒരു പെൺകുട്ടിയാണ്. അത് മാത്രമല്ല വൈജയെ നോക്കാനായിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വന്നേ. ആ സമയത്ത് വൈജയുടെ ആംഗിളമാരെ ഇത് ചെയ്തിരിക്കുന്നെങ്കിൽ ഒരിക്കലും പൊറുക്കാൻ പറ്റില്ല. അതിനുശേഷം കൃഷ്ണമോൾ എന്ത് ചെയ്ത് അകത്തേക്ക് കയറി ചെല്ലണം. അപ്പോൾ വൈജയുടെ അടുത്തിരിക്കും സുലോചനയായിരുന്നു. അങ്ങനെ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും കൃഷ്ണമോൾക്ക് ഭയങ്കര സങ്കടമായി. ആ കിടപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ സുലോചന ചോദിച്ചു, എന്താ മോളെ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത്. അത് പിന്നെ അലീന ചേച്ചി ഇതിലായിട്ടും വീട്ടിലെത്തിയില്ല എന്ന് പറയണേ. എത്തിയില്ലേ? അതേന്നെ, ഇവിടുന്ന് ഇറങ്ങിയിട്ട് കണ്ടിട്ടില്ല. അലീന ചേച്ചീനെ ആരോ പിടിച്ചുകൊണ്ട് പോയതാന്ന് തോന്നേ. അപ്പോഴേക്കും സുലോചനയ്ക്കും വെപ്രാളമായി. അല്ല എന്നിട്ടോ, അതേ അച്ഛൻ വന്നിട്ടുണ്ട്.
ഇത് കേട്ട് ഇനിയിപ്പോൾ സുലോചന പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവാണ്. വൈജയനെ ഒന്ന് നോക്ക് കൃഷ്ണമോള്. കാരണം വൈജയോട് പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ അമ്മയുടെ ആങ്ങളമാരാണോ എന്ന് സംശയം ഉണ്ടെന്നൊക്കെ. പക്ഷേ ഇനി വയ്യാതെ കിടക്കുന്ന സമയത്ത് ആ മനസ്സിനെ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ട് പിന്നെ കൂടുതലായിട്ടൊന്നും കൃഷ്ണമോള് പറയാനായിട്ട് പോയില്ല. അതിനുശേഷം സുലോചന വന്നിട്ട് ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട്. എന്താ ബാലേട്ടാ ഇത്? അവൾക്കിത് എന്ത് സംഭവിച്ചെന്നാ? അവളിവിടെ നിന്ന് പോകുന്ന സമയത്ത് ഇരുട്ടിയില്ലോ എന്ന് ഞാൻ പറയുകയും ചെയ്താ. പക്ഷെ അവൾക്കൊരു പേടിയുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. ഇനി അവൾ വേറെ എവിടെയെങ്കിലും പോയി കാണുമോ? അവൾ സാധ്യതയുള്ള സ്ഥലങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചോന്ന് ചോദിക്കുക. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞ് ചോദിച്ചില്ല, ഞാനൊന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് രേവതിക്കുട്ടിയുടെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക. അവിടുത്തെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ എത്തിയിട്ടില്ലെന്ന് മനസ്സിലായി. അവിടെ എത്താനുള്ള സമയമായിട്ടില്ല, എന്നാലും ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കുമോ അങ്ങോട്ട് ചിന്തയും ടെൻഷനുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. കൂടുതലായിട്ടൊന്നും പറയാനും പോയില്ല ബാലേന്ദ്രന്. കാരണം അവർക്കറിയത്തില്ലെങ്കിൽ പിന്നെ അവരെയും കൂടെ വേദനിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നീട് ബാലേന്ദ്രൻ പറഞ്ഞു, ഞാൻ മനുവിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ആ സമയം ഗോവർദ്ധനോട് സുലോചന പറഞ്ഞു, ഏട്ടാ എനിക്ക് തോന്നുന്നത് ഇത് മിക്കവാറും വൈജയിച്ചിട്ട് ആങ്ങളമാർ തന്നെയായിരിക്കും. അവർക്കല്ലേ വൈരാഗ്യമുള്ളേ, ബാലേട്ടന് വൈരാഗ്യമുള്ളേ. അലീനയോടുള്ള ദേഷ്യം തീർത്തായിരിക്കും. അലീനയെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചിലപ്പോൾ കളയാനാണോ പിടിച്ചോണ്ട് പോയതെന്ന് അറിയത്തില്ല. ഗോവർദ്ധനം പറഞ്ഞു, എന്നോട് ബാലേട്ടൻ പ്രത്യേകം പറഞ്ഞു അവളെ കൊണ്ടുവരണമെന്ന്. എൻ്റെ ഭാഗത്താ തെറ്റ്. ഞാൻ ശിവേട്ടൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ പോവല്ലായിരുന്നു പറയണം. സുലോചന പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ വ്യക്തമായ ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് ആരോ ചെയ്തിരിക്കുന്ന എന്ന് പറയണം. ആ സമയം ബാലേന്ദ്രൻ പുറത്തു പോയിട്ട് മനുശങ്കറെ വിളിക്കുവാണ്. മനുശങ്കർ ചോദിച്ചു, എന്താ അങ്കിൾ ഇവിടെ ഹോസ്പിറ്റലാണോ? എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, ഇപ്പം ഞാൻ ഹോസ്പിറ്റലാണ്. അതെന്താ അങ്കിളെ, ആൻറ്റിക്ക് വല്ല കൂടുതലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അതൊന്നും അല്ലടാ, ഹോസ്പിറ്റലിൽ വൈജയെ നോക്കാൻ വന്നാണ് അലീന ഇച്ചിരി സന്ധ്യയായി കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയത്. പക്ഷെ വീട്ടിലെത്തിയിട്ടില്ലെന്ന് പറയണേ. എത്തിയിട്ടില്ലേ? അതേടാ, അലീനയെ ഇപ്പം കാണാനില്ല. എന്തൊക്കെ അങ്കിളെ പറയണേ? അലീനയെ കാണാനില്ലെന്നോ? അത് എവിടെ പോയി എങ്ങനെയൊന്നും അറിയത്തില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്ങളും ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു, അവളവിടെ വീട്ടിലെത്തിയില്ലെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നിന്റെ അച്ഛനും ഇളയച്ചനും എല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും. അവരായിരിക്കും ഇതിന് പിന്നിൽ. അലീനെ എവിടെയെങ്കിലും കടത്തിക്കൊണ്ട് പോയി കാണും. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ മനുശങ്കർ പറഞ്ഞു, അങ്കിള് വെച്ചോ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയണം. മനുശങ്കർ നല്ല കട്ട കലിപ്പായിരുന്നു. കാരണം ഇതിനു മുമ്പും അലീനെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് രാജീവനും അതുപോലെ ശിവശങ്കരനൊക്കെ ശ്രമിച്ചാണ്. അത് നടന്നില്ല. അത് മാത്രമല്ല, രണ്ടാം തവണ ഇത് തന്നെ നടത്തിയതാണ്. എല്ലാം ഫെയിലിയർ ആയി പോയി കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ പറയാൻ പറ്റില്ല. അവരായിരിക്കും ഇങ്ങനെ ഒരു നാടകം കളിക്കുള്ളൂ. അവർക്ക് ഇതൊക്കെ പറ്റുള്ളൂ എന്ന് ചിന്തിച്ചു. ഏതെങ്കിലും ഗുണ്ടകളെ ഏർപ്പാടൊക്കെ ചെയ്യിച്ചാൽ മതിയല്ലോ. പിന്നീട് മനുശങ്കർ നേരെ അവർ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ചെല്ലുക. രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ശിവശങ്കരനും രാജീവനും അലീനയെ കടത്തിക്കൊണ്ട് പോയി എന്നുള്ള വിവരമൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് ഗുണ്ടകൾ വിളിച്ചിട്ട് രാജീവനോട് പറഞ്ഞു. അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി ശിവേട്ട. ഇനി നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഒരു കാരണവശാലും അവളിനി പുറലോകം കാണാൻ പാടില്ല. അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവന്മാർ ചെയ്തോളും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കാണ് മണിശങ്കർ അങ്ങോട്ടേക്ക് വരുന്നത്. മണിശങ്കറെ അവർ ആ സമയത്ത് പ്രതീക്ഷിച്ചില്ല. അങ്ങനെ മണിശങ്കർ വന്നിട്ട് ചോദിച്ചു, ഓ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തിലാണെന്ന് തോന്നല്ലോ. ഇത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, എന്താടാ നിനക്കെന്താടാ പറ്റിയത്? എനിക്കൊന്നും പറ്റിയില്ല. പറ്റിയത് പക്ഷെ അലീനയ്ക്കാ. അലീന എവിടെയാന്ന് പറഞ്ഞോ, അതാ നിങ്ങൾക്ക് നല്ലതെന്ന് പറയണ. അലീനയോ? എന്താ കൊച്ചിന് അറിയത്തില്ലേ അലീന ഏതാ എന്താന്നൊക്കെ? അലീനയെ കണ്ടില്ലേ ഇവിടെ വന്ന് എന്തിനാണ് ചോദിക്കുന്നേ? അതെ, നിങ്ങൾ രണ്ടുപേരും അറിയാത്തില്ലാതെ അലീന ഒരിടത്തേക്കും പോകത്തില്ല. മര്യാദയ്ക്ക് അലീന എവിടെ നിന്ന് പറയുന്നത് നല്ലത്. ഇല്ല നീ എന്ത് ചെയ്യും എന്ന് ശിവശങ്കരൻ ചോദിച്ചു. ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അങ്കിള് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. നിങ്ങൾ ഉദ്ദേശിച്ച പോലെ ഒന്നുള്ള കാര്യങ്ങളല്ല. നിങ്ങൾ ഉദ്ദേശിച്ചെടുത്ത് കാര്യങ്ങൾ നിൽക്കില്ല. മനുഷ്യങ്കരന് അറിയാലോ അലീന ആരുടെ മോളാന്നുള്ള കാര്യം. വെറുതെ അങ്കിളിനെ വെറുപ്പിച്ചിട്ടുണ്ടല്ലോ. അലീനയ്ക്കൊരു പോറൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിൽ ആരൊക്കെ കാണുമെന്ന് എനിക്ക് പോലും പറയാൻ പറ്റില്ല. ഇത് കേട്ട ശിവശങ്കരൻ പറഞ്ഞു, എടാ അലീനയെ കണ്ടില്ലേ, അവനോട് പോയി കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ. അത് ഞങ്ങളുടെ അടുത്ത് വന്നിട്ടല്ല ചോദിക്കണ്ടേ. ഇതേ അച്ഛൻ വെറുതെ ഉരുണ്ട് കളിക്കണ്ട. നിങ്ങളാണ് ഇതിൻ്റെ പിന്നീട് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അലീന എവിടെയാന്ന് കാണിച്ചു കൊടുക്കുന്ന ബുദ്ധി, അല്ലെങ്കിൽ അവളെ എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുത്തരണം. ഇല്ലെങ്കിലുണ്ടല്ലോ ഉദ്ദേശിച്ചിടത്തൊന്നും കളിയൊന്നും നിൽക്കില്ല. ഇത് കേട്ടപ്പോൾ രാജീവൻ പറഞ്ഞു, നിന്നെ കൊണ്ടൊക്കെ എന്താ ചെയ്യാൻ പറ്റുമെങ്കിൽ പോയി ചെയ്യ്. നീ ആ ബാലേന്ദ്രൻ്റെ കക്ഷിയല്ലേ, ബാലേന്ദ്രൻ പറയുന്നത് കേട്ട് നീ നടക്കുന്നതല്ലേ, ചെല്ലടാ ചെന്നെന്താന്ന് വെച്ചാൽ ചെയ്യ്. ഇത് കേട്ടപ്പോൾ മണിശങ്കർ പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇന്ന് വൈകുന്നേരത്തോട് കൂടിയിട്ട് അലീനെ ഞങ്ങൾ എന്താണെന്നും കണ്ടുപിടിച്ചിരിക്കും. അവിടെ ഏത് പാതാളത്തിൽ കൊണ്ട് ഒളിപ്പിച്ചാലും. പിന്നെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ ആരെങ്കിലും അന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മണിശങ്കറിൻ്റെ വേറൊരു മുഖം കാണും. അച്ഛനാ ചെറിയച്ഛനാണെന്ന് ഞാൻ നോക്കത്തില്ല. ഇതും പറഞ്ഞുകൊണ്ട് മണിശങ്കർ പുറത്തേക്ക് അങ്ങ് ഇറങ്ങി പോകുമ്പോഴത്തേന്
പെട്ടെന്ന് ശിവശങ്കരൻ ചോദിച്ചു, അല്ലടാ പ്രശ്നമാവോ രാജീവെന്ന് ചോദിക്കും. എന്ത് പ്രശ്നമോ? അവനൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാനാ? ആ 10-20 ഏക്കറിനകത്ത് ഒരൊറ്റപ്പെട്ട വീടാ. ആ വീട്ടിൽ നിന്ന് അവളെങ്ങനെ പെട്ടെന്നൊന്നും പുറത്തേക്ക് കൊണ്ടുവരാനൊന്നും പറ്റില്ല. അതിനൊന്നും അവർക്ക് സാധിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവരാ സന്തോഷത്തിലാണ്. പിന്നീട് ബാലേന്ദ്രന് എന്ത് ചെയ്യണം, ഗംഗാധരനെ വിളിക്കുന്നുണ്ട്. ഗംഗാധരനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. അലീനയെ കാണുന്നില്ല. ഇതിൻ്റെ പിന്നിൽ രാജീവനും അതുപോലെ തന്നെ ശിവേട്ടനുമായിരിക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗംഗേട്ടാ, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ട് പിന്നെ ഗംഗേട്ടൻ അറിയാലോ. ഉള്ള സത്യങ്ങൾ മൊത്തം ഞാനങ്ങോട്ട് വിളിച്ചു പറയും. പിന്നെ നിങ്ങളുടെ പെങ്ങളുടെ ജീവിതമായിരിക്കും തകരാൻ പോകുന്നത്. എന്നെക്കൊണ്ട് അത് ചെയ്യിക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് അവരെ വിളിച്ചിട്ട് അലീന എവിടെയാണെന്ന് വെച്ചാൽ പറയാൻ പറ, അല്ലെങ്കിൽ അലീനയെ കൊണ്ട് വിടാൻ പറ എന്ന് പറഞ്ഞിട്ട് ബാലേന്ദ്രൻ കോള് കട്ട് ചെയ്തു. ഗംഗാധരൻ ആകെപ്പാട് ടെൻഷനായി. ഈ സമയം അലീന ഇരുട്ടുമുറിക്കകത്ത് കിടക്കുക. അലീനയ്ക്ക് ഭയങ്കര ടെൻഷനായി. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വായിക്കകത്ത് സെല്ലോ ടേപ്പ് തിരികൊണ്ട് ഒന്നും സംസാരിക്കാൻ പോലും പറ്റില്ല, വാ തുറക്കാൻ പോലും പറ്റില്ല. ഒടുവിൽ അലീന എന്ത് ചെയ്തു, ഒരു വിധത്തിൽ 2 കൈ ഉപയോഗിച്ച സെല്ലോ ടേപ്പ് ഇങ്ങനെ വലിച്ചു പറിക്കുന്നുണ്ട്. 2 കൈയും കൂട്ടി ബന്ധിച്ചിരിക്കുമായിരുന്നു. എന്നിട്ടും അലീന ഒരു വിധത്തിൽ ആ കൈ ഉപയോഗിച്ച് സെല്ലോ ടേപ്പ് പറിച്ചു. അപ്പോഴാണ് അലീനയ്ക്ക് ഒരു സമാധാനം വന്നേ, ഒരു ശ്വാസം നേരെ കിട്ടുന്നത്. പിന്നീട് അലീന തൻ്റെ കയ്യിലെ കെട്ടഴിക്കാൻ നോക്കുകയാണ്. എങ്ങനെയെങ്കിലും കെട്ടഴിച്ചേ മതിയാവുള്ളൂ. കെട്ടഴിച്ചില്ലെങ്കിൽ തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് മനസ്സിലായി. പക്ഷേ പുറത്ത് ഗുണ്ടുകൾ ചിലപ്പോൾ കാവലുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ താൻ എങ്ങനെയാണ് രക്ഷപ്പെടുന്നേ എന്നൊരു ചിന്തയും കൂടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഏതോ ഒരു ആളൊഴിഞ്ഞ വീടാണെന്ന് മനസ്സിലായി. ഇവിടെയെങ്കിലും ആരും ഇല്ലെന്ന് മനസ്സിലായി. ആൾറെഡി കരഞ്ഞാൽ പോലും ആരും കേൾക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്തേലും സ്വയം വഴി കണ്ടെത്തണം. അങ്ങനെയുള്ള ചില തീരുമാനങ്ങളൊക്കെ എടുക്കുകയാണ്. അലീന നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ കുറേ സാധനങ്ങൾ, വേസ്റ്റ് സാധനങ്ങൾ, കമ്പോ കോല എന്ന് വേണ്ട കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അലീന മനസ്സിൽ ചില ചിന്തകളൊക്കെ കണക്കൂട്ടാണ്. ഈ കൈയും കൂടെ അഴിച്ചു കഴിയുവാണെങ്കിൽ ഒരു പക്ഷേ കതവ് തുറന്ന് ആരാ വരുന്നെങ്കിൽ അവരെ ശരിയാക്കണം. അവരുടെ തലക്കടിച്ചിട്ടാണ് ശരി. അവിടെ വലിയ കമ്പൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലേക്ക് വന്നു. ആ സമയത്ത് ഗംഗാധരൻ ശിവശങ്കരൻ്റെ ഫോണിലേക്ക് വിളിക്കുകയാണ്. വിളിച്ചു കഴിഞ്ഞപ്പോൾ ശിവശങ്കരൻ ചോദിച്ചു, അല്ല എന്താ ഗംഗേട്ടാ? അതെ, എനിക്കൊരു കാര്യം പറയാണ്ട്. അലീനയെ നിങ്ങളെങ്ങനെ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടോ? ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു, ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ദേ ശിവ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾ ഉദ്ദേശിക്കുന്നതിൽ കുട്ടിക്കളിയല്ലേത്. അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്തൊന്നും കളി നിൽക്കത്തില്ല. കളി കാര്യമാവും. നിങ്ങൾ പിന്നീട് അനുഭവിക്കാൻ പോകുന്ന വേദന എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4 ഇരട്ടിയായിരിക്കും. അതുകൊണ്ട് അവൾ എവിടെ ഉണ്ടെങ്കിലും അവളെ എങ്ങോട്ട് കൊണ്ടുവിടുന്നത് നിങ്ങൾക്ക് നല്ലത്. അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് വെച്ചാൽ അനുഭവിക്കാൻ തയ്യാറായിക്കണം. അപ്പോഴേക്ക് ശിവശങ്കരൻ പറഞ്ഞു, എന്തിനാ ഗംഗേട്ട? ഗംഗേട്ടൻ ഈ ബാലേന്ദ്രൻ ഭഷം പിടിച്ച് പറയണേ. ഗംഗേട്ടൻ നാണമില്ലേന്ന് ചോദിക്കുക. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. മര്യാദയ്ക്ക് ഞാൻ പറയുന്ന അനുസരിച്ചോ. നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. ബാലേന്ദ്രൻ വെറുതെ ഇരിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്കിട്ടുള്ള പണി കിട്ടുക തന്നെ ചെയ്യും. അതും പറഞ്ഞിട്ട് അങ്ങോട്ട് കോള് കട്ട് ചെയ്യണം. ശിവശങ്കരനും രാജനും ഒരു നിമിഷം ആലോചിച്ചു. പക്ഷെ അങ്ങനെ അങ്ങോട്ട് അലീനയെ വിടാനായിട്ട് അവർക്ക് ഒട്ടും ഒരുക്കില്ലായിരുന്നു. അവർ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു. എന്ത് വന്നാലും അലീനയെ വിടില്ലാന്ന്. ഈ സമയം മനുശങ്കർ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വരുവാണ്. പിന്നീട് അവർ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. മനുശങ്കർ പറഞ്ഞു, അവൾ എവിടെയുണ്ടെങ്കിലും നമുക്ക് കണ്ടെത്താങ്കളെ, അങ്കിള് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞു. എത്രയും പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ അവളെ നമുക്ക് കണ്ടെത്തണം. ഇനി ഒരു കാരണവശാലും അവൾക്കൊരാപത്ത് വന്നുകൂടാന്നൊക്കെ പറയണം. ആ സമയത്ത് അലീന ആ വീടിനകത്തായിരുന്നു. അലീന തൻ്റെ കയ്യിലെ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒടുവിൽ ഒരു വിധത്തിൽ അലീന കയ്യിലെ കെട്ടഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും അലീനയ്ക്കൊരു സമാധാനമായി. കാരണം ഇപ്പം കയ്യിലും കെട്ടൊക്കെ അഴിച്ചു. ഇനിയിപ്പം ഏതവന്മാർ വന്നാലും അകത്തേക്ക് കതവ് തുറന്ന് വരുവാണെങ്കിൽ തനിക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുന്നുണ്ട്. കതവ് പുറത്തുനിന്ന് കുറ്റിയിട്ടിട്ടാണ് അവന്മാർ പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയും രക്ഷപ്പെടാനുള്ള വഴികളൊക്കെ അലീന നോക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത്. ഉറപ്പായിട്ടും അലീന അവിടെ നിന്ന് രക്ഷപ്പെടുക തന്നെ ചെയ്യും. അലീന ഒരു പക്ഷേ ആ ഗുണ്ടകൾ വന്ന് കഴിയുമ്പോഴത്തേനും അവന്മാരുടെ തലക്കടിച്ചിട്ടാണെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി ഓടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുക തന്നെ ചെയ്യും. ഒടുവിൽ ശിവശങ്കരനും രാജുവിനും ഒക്കെ നല്ല ഇടിവെട്ട് പണി തന്നെ കിട്ടും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.